വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ CAT ചാപ്റ്ററാണ്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ചലന സമവാക്യങ്ങൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ത്വരണം വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കുകളാണ് സമത്വരണം, അസമത്വരണം, പിന്നെ കുറച്ച് ഗ്രാഫിക്കായിട്ട് എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കാമെന്നും അതുപോലെ തന്നെ കുറച്ചധികം പ്രോബ്ലംസ് വരുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതല്ലാതെ തന്നെ നമ്മളൊരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ തന്നെ, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ, ഓരോന്നിനും ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളും മാത്രം പറഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സാണ്. അധികം പ്രോബ്ലംസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ക്ലാസ്സുകളുമാണ്, അതായത് അധികം പ്രോബ്ലംസ് ഒന്നും വേണ്ട അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒന്നും വേണ്ട എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാണുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു ക്ലാസ് പോയി കണ്ടാൽ മതി. ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പാർട്ട് 1ൻ്റെയും അതുപോലെ തന്നെ ബേസിക്കായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുടെയും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും നമ്മൾ ക്ലാസ് നമുക്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് എന്താണ് സമത്വരണം, എന്താണ് അസമത്വരണം എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ത്വരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ത്വരണം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, എന്താണ് ത്വരണം? എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v - u/t ആണ് അല്ലേ? പ്രവേഗമാറ്റം ബൈ സമയമാണ് എന്ന് പറഞ്ഞു. ഈ ത്വരണം ഒരു സദിശ അളവാണെന്ന് പറഞ്ഞു. മീറ്റർ എന്നാണ് വരുന്നത്, മീറ്റർ ആക്സിലറേഷൻ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്നാണ് വരുന്നത്, മീറ്റർ പെർ എന്നാണ് വരിക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ v = u + at എന്ന് പറയുന്ന ഇക്വേഷനും നമ്മൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് പഠിച്ചു. ഇനി എന്താണ് പറയുന്നത്? മന്ദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രവേഗം കുറഞ്ഞു വരുന്നതിന് നിരക്കാണ് നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെയാണ് നെഗറ്റീവ് ത്വരണം അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ 3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് സമത്വരണം അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ, പട്ടിക 2.6 ലഭിച്ച ത്വരണം ഓരോ അവസരത്തിലും തുല്യമായിരുന്നോ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ 2.6 ഏതായിരുന്നു? പട്ടിക 2.6 ഇതായിരുന്നു അല്ലേ? ഇവിടെ എന്താണ്? തുല്യമായിരുന്നോ? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് തുല്യമായിരുന്നോ? തുല്യമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തുല്യമായിരുന്നില്ലേ? പട്ടിക 2.7 പ്രകാരം ലഭിച്ച ത്വരണം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം? ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അതെന്ന് പറയാം സമത്വരണമാണ് അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയാം. എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ അത് അസമത്വരണമാണ്. സമമാണെങ്കിൽ, തുല്യമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സമത്വരണമാണ്. വേഗം, പ്രവേഗം, ത്വരണം തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വാഹനങ്ങളുടെ അമിത വേഗം അപകടങ്ങൾക്ക് കാരണമാകുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ നാം റോഡ് നിയമങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. വാഹനങ്ങളുടെ അമിത വേഗം മാത്രമാണോ അപകടങ്ങൾക്ക് കാരണം? കാൽനടക്കാരും റോഡ് നിയമങ്ങൾ പാലിക്കണം അല്ലേ? വാഹനങ്ങൾ മാത്രമാണോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് കാരണം? വാഹനങ്ങൾ മാത്രമല്ല അല്ലേ? കാൽനട യാത്രക്കാരും സൂക്ഷിച്ച് നടക്കണം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. സീബ്ര ക്രോസിങ്ങിലൂടെ സിഗ്നൽ അനുസരിച്ച് മാത്രം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലേ? റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് റോഡ് സൈനുകളും റോഡ് മാർക്കിങ്ങുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. റോഡ് സൈനുകൾ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതിലേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയോക്കേ, ഇതാണ് മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെയാണ്, അതായത് നമുക്ക് കണ്ട ഒരു സർക്കിൾ അതൊന്ന് കണ്ടത്. ഇതിനെയാണെന്ന് പറയുന്നത് മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയുന്നത്. അതായത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ, പാലിക്കേണ്ടവ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളെയാണെന്ന് പറയുന്നത് മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയുന്നത്. എന്തായാലും അത് പാലിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇനി കോഷണറി ചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ ജാഗ്രതാ സൂചക ചിഹ്നങ്ങളാണ്.
ട്രയാങ്കിൾ വെച്ചിട്ട് അല്ലേ കണ്ടിട്ടുണ്ടാവല്ലോ. ഇനി ഇൻഫോർമേറ്ററി സൈനുകൾ എന്ന് വെച്ചെന്താണ്? അടിസ്ഥാന വിവര സൂചകങ്ങളെയാണ് ഇൻഫോർമേറ്ററി സൈനുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിർബന്ധമായും പാലിക്കേണ്ടതെന്ന് നോക്കി. ഇവിടെ പാർക്ക് ചെയ്യരുത്, അപ്പം നമുക്ക് പി ഇട്ടിട്ട് വെട്ടിട്ടു അല്ലേ. ഇനി എന്താണ്? അതും റൗണ്ടിൽ തന്നെ സർക്കിളിലല്ലേ. സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു, ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താണ്? മാൻഡേറ്ററി സൈനുകളാണ്. ഇനി കോഷനറി സൈനുകൾ എന്ന് വെച്ചാൽ എന്താണ്? മുന്നോട്ടുള്ള യാത്രയിൽ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരം ചിഹ്നത്തിലൂടെ മനസ്സിലാകുന്നത്. അതായത് ഹമ്പ് ഉണ്ട്, അവിടെ ഇടുങ്ങിയ പാലമാണ്, സ്കൂൾ സമീപമാണെന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോഷനറി സൈനുകൾ ഉപയോഗിക്കുന്നത്. ഇൻഫോർമേറ്ററി സൈനുകൾ എന്ന് വെച്ചാൽ എന്താണ്? വാഹനം ഓടിക്കുന്നയാൾ പോകേണ്ട ദിശ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, മറ്റു സൗകര്യങ്ങൾ, ലഭ്യമായ സ്ഥലം എന്നിവയെല്ലാം ഈ സൈൻ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് പറ്റും. അതായത് ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ആശുപത്രി ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട സൗകര്യങ്ങളുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. ദിശ മനസ്സിലാക്കുന്നതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇൻഫോർമേറ്ററി സൈനുകൾ ഉപയോഗിക്കുന്നത് അല്ലേ. നമുക്ക് വാഹനങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു ദിശ കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെ എന്താണ്? നീല കളറിലെ പെട്ടിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, മറ്റു സൗകര്യങ്ങൾക്ക് ലഭ്യമായ സ്ഥലം എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. മുകളിൽ സൂചിപ്പിച്ച സൈനുകൾക്ക് പുറമെ ഓരോ വിഭാഗത്തിലുമുള്ള കൂടുതൽ ചിഹ്നങ്ങൾ നോക്കാൻ പറയുന്നുണ്ട്. ഇനി എന്താണ് റോഡ് മാർക്കിംഗ് എന്ന് വെച്ചാൽ നോക്കിയേ. വാഹനങ്ങൾക്ക് നിയന്ത്രിതമായി മുറിച്ചു കടക്കാൻ കഴിയുന്ന റോഡുകളെയാണ് ഇത് എന്ന് പറയുന്നത് അല്ലേ. ഒരു ലൈൻ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞു വര ഇട്ടിട്ടുള്ളത് വാഹനങ്ങൾക്ക് നിയന്ത്രിതമായിട്ട് മുറിച്ചു കടക്കാനായിട്ട് പറ്റും. ഇനി വാഹനങ്ങൾക്ക് മുറിച്ചു കടക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഈ മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. വാഹനങ്ങൾക്ക് മുറിച്ചു കടക്കാനായിട്ട് പാടില്ല. സീബ്ര ക്രോസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് സീബ്ര ക്രോസിംഗ് ഉള്ളത്. മങ്ങിയ വെളിച്ചത്തിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികിലൂടെ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ച് കടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ സമയങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിലെ ഉചിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ചോയ്സ് അല്ലേ. എന്താണ്? ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പോകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് നല്ല ബ്രൈറ്റ് കളറൊക്കെയാണ്, അതായത് മഞ്ഞ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ കാണാനായിട്ട് പറ്റില്ല. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. അതാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് പറയുന്നത് നോക്കിയൊക്കെ. 2016 മുതൽ 2022 വരെ കേരളത്തിലുണ്ടായ റോഡ് അപകടങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച ഗ്രാഫൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപകടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. 2022 ആയപ്പോൾ ആദ്യം കൂടുതലായിരുന്നു, പിന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതാണ് ചലനത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണമാണ് പറയാൻ പോകുന്നത്. നോക്കി നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ദ്വിമാന ചിത്രമാണ്, അതായത് 2D ആണ്, ദ്വിമാന ചിത്രമാണ് അല്ലേ. ഗ്രാഫിൽ തിരശ്ചീന രേഖയായ എക്സിനെ എക്സ് അക്ഷം എന്നും അല്ലേ, ഇതിനെയാണെന്ന് പറയുന്നത് എക്സ് അക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സ് അക്ഷം. ഇതാണ് എക്സ് അക്ഷം, അതായത് എക്സും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് അല്ലേ. ഇനി ലംബരേഖയായ ഇതാണ് ലംബരേഖ എന്ന് പറയുന്നത്. ഇത് വൈ ആണ്, ഇതും വൈ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയും വൈനെ ബന്ധിപ്പിക്കുന്നതാണ് വൈ അക്ഷം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചേക്കുക. ഇതെന്ന് പറയുന്നത് എക്സ് ആണ്, ഇതെന്ന് പറയുന്നത് വൈ ആണ്. ലംബമാണെന്നുണ്ടെങ്കിൽ വൈ ആണ്, നേരെയാണെങ്കിൽ എക്സ് ആണ്. ഈ അക്ഷങ്ങൾ സന്ധിക്കുന്ന ബിന്ദുവായ ഒ ആണ് മൂലബിന്ദു എന്ന് പറയുന്നത്. അപ്പം മൂലബിന്ദു എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്, ഇതിലെ മൂലബിന്ദു ഇതാണ് വരുന്നത്. ഇതെല്ലാം കൂടി ബന്ധിപ്പിക്കുന്ന നടുക്കായിട്ടില്ലേ, ഇതിനെയാണെന്ന് പറയുന്നത് മൂലബിന്ദു അല്ലെങ്കിൽ ഒ എന്ന് പറയുന്നത്. ഇനി ഒ എക്സ് പോസിറ്റീവും നോക്കിയോക്കേ. ഒ എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഒ, ഇതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒ എക്സ് വലത്തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പോസിറ്റീവാണ് വരുന്നത്. ഇനി നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒ എയിൽ നിന്ന് x1 അല്ലേ, ഇവിടെ അല്ലേ, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ബാർ അങ്ങനെ എന്തെങ്കിലും വെച്ച് സൂചിപ്പിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇടത്തേക്കാണെങ്കിൽ അത് നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ ഇത് നെഗറ്റീവാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് ഈ ലംബമായിട്ടുള്ളത് നോക്കിയാലോ, വൈയുടെ കാര്യം നോക്കുകയാണെങ്കിലോ ഇതുപോലെ നമുക്ക് OI പോസിറ്റീവ് എന്നും, അതായത് മുകളിലേക്കുള്ളതിനെ OI പോസിറ്റീവ് എന്നും അല്ലേ, പോസിറ്റീവ് എന്നും, താഴേക്കുള്ളതിനാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എന്നും നമുക്ക് സൂചിപ്പിക്കാനായിട്ട് പറ്റും.
ഗ്രാഫിൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള നിരവധി ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഈ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള കുറേ പെട്ടികൾ ഇവിടെ കാണുന്നില്ലേ. അതാണ് 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇങ്ങനെ കാണാനായിട്ട് പറ്റുമല്ലോ. ഇതെന്താണ് ഗ്രാഫ് എന്താണെന്ന് ഒരു ജസ്റ്റ് നോളജ് ഉണ്ടാക്കി തരാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഗ്രാഫിനെ പേര് നൽകുന്ന യഥാക്രമം y, x എന്ന അക്ഷരങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അളവുകൾ ചേർത്തിട്ടായിരിക്കും. ഗ്രാഫ് ഉപയോഗിച്ച് അളവുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ചിത്രീകരിക്കാനും ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി സമവാക്യം രൂപീകരിക്കുവാനും കഴിയും. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം, അതുപോലെ തന്നെ സമവാക്യങ്ങൾ ഇക്വേഷൻസ് ഉണ്ടാക്കുന്നതിനായിട്ടും പറ്റും. കൂടാതെ ഗണിത നിർദ്ധാരണങ്ങൾ, തത്സമയ വിവരങ്ങൾ, നിഗമന രൂപീകരണങ്ങൾ തുടങ്ങിയവയും ഗ്രാഫിലൂടെ നമുക്ക് സാധ്യമാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സ്ഥാന സമയ ഗ്രാഫ്. പൊസിഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. നോക്കിയൊക്കെ ഒരു പട്ടികയിൽ നമുക്ക് അളവുകളൊക്കെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നൽകിയിരിക്കുന്ന ഗ്രാഫ് പേപ്പറിൽ x, x, y എന്നീ അക്ഷരങ്ങൾ വരയ്ക്കുക. അതായത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, ഇതില്ലേ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇതാണ് എക്സ്. ഏതാണ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. തിരശ്ചീനമായിട്ടുള്ളതും ലംബമായിട്ടുള്ളത് y ആണ്, ഇത് നടുക്കുള്ളത് o ആണ് എന്ന് നമുക്കറിയാം. ഉചിതമായ തോത് നിശ്ചയിച്ച് ആ തോതിനനുസരിച്ച് y അക്ഷത്തിൽ സ്ഥാനവും x അക്ഷത്തിൽ സമയവും രേഖപ്പെടുത്താനായിട്ട് പറ്റും. അതായത് സമയം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സമയം എന്ന് പറയുന്നത് ഇതാണ് എടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സമയമായിട്ട് എടുക്കുന്നതെങ്കിൽ ഇതെന്തായിരിക്കും, സ്ഥാനമായിരിക്കുമല്ലോ. ഇതെന്ന് പറയുന്നത് സ്ഥാനമായിരിക്കും, y അക്ഷം എന്ന് പറയുന്നത് സ്ഥാനമായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് സമയം നമുക്ക് 2 സെക്കൻഡിൽ ഇവിടെ നമുക്ക് 2, 1 ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടായിരിക്കും. അങ്ങനെയാണ് പോവുക അല്ലേ, അറിയാലോ അല്ലേ. 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകാം. ഇതിൽ നമുക്ക് സമയം 2, 1 എന്ന് പറഞ്ഞതാണ് ഇത് 2 അല്ലേ. ഇവിടെ 2 എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ 2 എന്ന് പറയുന്നത് എക്സ് അക്ഷരമായിരിക്കും. അതായത് ഈ 2, 1 എന്ന് പറയുമ്പോൾ ഇതിൽ 2 എന്ന് പറയുന്നത് എക്സ് അക്ഷരവും 1 എന്ന് പറയുന്നത് y അക്ഷരവും ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 എന്ന് പറയുന്നത് നോക്കിയോക്കെ ഇതാണ്, ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1 പറഞ്ഞിട്ടുണ്ട്, y അക്ഷരത്തിൽ 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 നേരെ നമുക്ക് നോക്കാം. ഇനി ഇവിടെ 1 നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടില്ലേ. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ 2, 1 എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ്. നോക്കിയും ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ എക്സ് അക്ഷം എന്ന് പറയുന്നത്, ഇതാണ് y അക്ഷം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് സമയം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് 2, 4, 6, 8, 10 എന്ന് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 1, 2, 3, 4 എന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ചോയ്സാണ്, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഈ സൈഡിൽ എഴുതണം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആയിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നതെന്ന് എഴുതേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് 2, 1 നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇതാണ് വരുന്നത്, ഇതാണ് 2 വരുന്നത്, ഇവിടെയാണ് 1 വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അത് ഇട്ടു. ഓക്കെ, പോയിന്റ് ഇട്ടു. ഓക്കെ, ക്ലിയർ ആയില്ല. ഇനി നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയില്ലേ. ഇവിടുത്തെ നമുക്ക് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ഏത് വർഷമാണ് ഏറ്റവും കുറവ് അപകടങ്ങൾ ഉണ്ടായത്. നമ്മുടെ ഇതൊരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് അപകടങ്ങൾ ഉണ്ടായത് ഏത് ദിവസമാണ് നോക്കി നോക്കി. ഏറ്റവും കുറവ് അപകടങ്ങൾ ഉണ്ടായത് ഈ റൈറ്റ് സൈഡിലേക്കുള്ളതെന്നാണ്, വർഷമാണ്. ഇത് മുകളിലേക്ക് എണ്ണമാണ്. അപ്പോൾ ഏറ്റവും കുറവ് അപകടങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണമാണ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരാം അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണ്, ആ പോയിന്റ് നോക്കി നോക്കി ഇങ്ങനെ വരച്ചിട്ടുള്ളതിൽ എവിടെയാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത്, എവിടെയാണ് 2020 അല്ലേ. 2020 ഏറ്റവും കുറവ് അല്ലേ വന്നിരിക്കുന്നത് താഴോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 2020 ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. ഇനി 2019 നമുക്ക് എത്ര ആക്സിഡൻറ്റ്സ് ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. 2019 എത്ര അപകടങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കേണ്ടത്. നോക്കിയേക്കും, ഈ 2019 എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഈ 2019 നേരെ വരെ നോക്കുകയാണെങ്കിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, 40,000 അല്ലേ. 40,000 ആക്സിഡൻറ്റ്സ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ, ഗ്രാഫ് ക്ലിയർ ആയല്ലോ. ലഭിച്ച ഗ്രാഫിൻ്റെ സ്വഭാവം എന്താണ് നോക്കി നോക്കി. ഈ സ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ള ഗ്രാഫിൻ്റെ സ്വഭാവമാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ 2, 1 മാത്രമാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമുക്ക് അടയാളപ്പെടുത്തി നോക്കണം. നോക്കി നോക്കി, 2-ലാണെങ്കിൽ ഒരു 1 1 മീറ്റർ അല്ലേ, 2-ലാണെങ്കിൽ 1, 4-ലാണെങ്കിൽ 2 അല്ലേ, 2-ലാണെങ്കിൽ 1, 4-ലാണെന്നുണ്ടെങ്കിൽ 2, പിന്നെ 6-ലാണെന്നുണ്ടെങ്കിൽ 3 അല്ലേ, 3, 8-ലാണെന്നുണ്ടെങ്കിൽ 4, അങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ബിന്ദുക്കൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ലൈൻ നേരെ വരച്ചു കൊടുത്തുകൂടി വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്വഭാവം എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ്? ചെരിവുള്ള നേർരേഖയാണ് അല്ലേ, നേർരേഖയാണ് പക്ഷെ എന്താ, ചെരിവുണ്ട്. അപ്പം നമുക്കിന്ന് പറയാം ചെരിവുള്ള നേർരേഖയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ഗ്രാഫ് നമ്മൾ പറഞ്ഞല്ലോ സ്ഥാന സമയം അല്ലേ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ലഭിച്ച ഗ്രാഫിൻ്റെ ആകൃതിയിൽ നിന്ന് വസ്തുവിൻ്റെ പ്രവേഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ നിന്നും പ്രവേഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രവേഗം കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഇക്വേഷൻ എന്താണ് പ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ? v എന്താണ്? v=s/t എന്നാണ് അല്ലേ v=s/t, അതായത് സ്ഥാനാന്തരം ബൈ സമയം എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ v=s/t എന്നുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ എന്നാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. നമുക്ക് 4 എടുത്താലോ, 4ഉം 2ഉം എടുത്ത് നോക്കാം. അതായത് നമ്മുടെ സമയം എടുക്കുന്ന എത്രയാണ്? 4ഉം 2ഉം, 4 സെക്കൻഡിലും 2 സെക്കൻഡിലും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 2 സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള സമയമാണ് നമുക്കിവിടെ അറിയേണ്ടത് അല്ലേ, പ്രവേഗമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ 2 സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 2 സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ആദ്യം 2 സെക്കൻഡ് നേരെ എത്രയാണ് സ്ഥാനം വന്നിരിക്കുന്നത് നോക്കിയേ. 2 സെക്കൻഡ് നേരെയുള്ള സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ? 1 അല്ലേ, 1. 2 സെക്കൻഡ് നേരെയാണെങ്കിൽ 1. 4 സെക്കൻഡ് നേരെയാണെന്നുണ്ടെങ്കിലോ 2 അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അന്ത്യസ്ഥാനം ബൈ ആദ്യസ്ഥാനം എന്ന് വെച്ച് പറയുമ്പോൾ എന്താണ്? 2 അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 2 - 1 ബൈ എന്താണ് സമയം എന്ന് പറയുന്നത്? 2, 4 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 - 2 എന്ത് കിട്ടും? 2 എന്നല്ലേ, 1/2 എന്ന് കിട്ടും അല്ലേ. ഹാഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് വേറൊരു പോയിന്റ് കൂടി എടുത്ത് നോക്കാം. എന്നാലേ നമുക്ക് കറക്റ്റ് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ തുല്യമാണോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 4, 3, 4 ഇതാണ് എടുത്തിട്ടുള്ളത്. 8ഉം 6ഉം എടുത്തിട്ടുള്ളത് കേട്ടോ. 6ഉം 8ആണ് ബൈ സമയം എത്രയാണ്? 6ഉം 8 നമ്മൾ എടുത്തിരിക്കുന്നത്. 8 - 6 1/2 എന്ന് കിട്ടിയാലോ. അപ്പോൾ നമുക്ക് രണ്ടും സെയിം തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോയിന്റിലും എന്താണ്? സെയിം തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് പോയത് കേട്ടോ. അപ്പോൾ ഹാഫ് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതെന്തെന്ന് പറയാം? സമപ്രവേഗമാണ് എന്ന് പറയാം. നെക്സ്റ്റ് എന്താണ്? 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 5 സെക്കൻഡ് കൊണ്ട് നോക്കിയേ. 5 സെക്കൻഡ് കൊണ്ടുണ്ടായ വസ്തുവിൻ്റെ സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, 5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഇവിടെ 4ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് 5 എന്ന് പറയുമ്പോൾ വരാം അല്ലേ. 4ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് വരാം 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 സെക്കൻഡ് നമ്മൾ നേരെ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2.5ലാണ് ഇത് എടുക്കണേന്ന് മനസ്സിലാക്കാനായിട്ട് വരും. നേരെ സ്കെയിൽ വെച്ച് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ആണെന്ന് നമുക്ക് കിട്ടും. 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സമയമാണ് ചോദിച്ചിരിക്കുന്നത്, മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 നേരെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതും നേരെ ഇങ്ങനെ ജസ്റ്റ് ലംബമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ 3 ആണ് ഇവിടെ എടുത്ത സമയം എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? അടുത്ത ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. സമയം സ്ഥാനത്തിൻ്റെ ഗ്രാഫാണ്, കാറിൻ്റെയാണ്. ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്ഥാന സമയ ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ 2 സെക്കൻഡാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ നമുക്ക് ടേബിളിൽ വരയ്ക്കാനായിട്ട് പറ്റും? ടേബിളിൽ എങ്ങനെ ഇത് നമുക്ക് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് നമുക്ക് ടേബിൾ വരയ്ക്കാറിയോ? എങ്ങനെയാണ് വരയ്ക്കുക? ജസ്റ്റ് നമുക്ക് പെട്ടി വരയ്ക്കാം. പെട്ടി വരച്ചിട്ട് എന്ത് ചെയ്യാം? എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് ഡിനോട്ട് ചെയ്യാം. എക്സ് ആക്സിസിലാണെന്നുണ്ടെങ്കിൽ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. വൈയിലാണെന്നുണ്ടെങ്കിലോ 10, 20, 30, 40 അല്ലേ. 10, 20, 30, 40. അപ്പോൾ 10, 20, 30, 40 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്?
എന്താണ് ഗ്രാഫ് 2.4 നിന്ന് കാറിൻ്റെ എ മുതൽ ബി വരെയുള്ള പ്രവേഗം എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? എ മുതൽ ബി വരെയുള്ള പ്രവേഗം എങ്ങനെയാണ് കണ്ടെത്തുക അല്ലേ? പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്. എ മുതൽ ബി വരെയുള്ള ഇപ്പം എയും ബിയും നമുക്ക് തന്നിട്ടുണ്ടോ? ഇതിൽ തന്നിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള പ്രവേഗം എങ്ങനെയാണ് കണ്ടെത്താനായിട്ട് പറ്റാന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 50 നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് സ്ഥാനം എന്ന് പറയുന്നത് 50 തന്നിരിക്കുന്നത് ബിയിലാണെന്നുണ്ടെങ്കിൽ. എയിലാണെങ്കിൽ 20 നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ബിയിലാണെന്നുണ്ടെങ്കിൽ 50 നമുക്ക് തന്നിരിക്കുന്നത്, എയിലാണെന്നുണ്ടെങ്കിലോ 20 നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈ പ്രവേഗത്തിന് ഇക്വേഷൻ എന്താണ്? V = S/T എന്നാണ്. ഇതിൽ നമുക്ക് ആദ്യം സ്ഥാനാന്തരം കണ്ടുപിടിക്കണം, അതിനുശേഷം സമയം കണ്ടുപിടിക്കണം. എന്നാലാണ് പ്രവേഗം കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എ മുതൽ ബി വരെയുള്ള സ്ഥാനാന്തരം ആദ്യം കാണണം. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ 50, S1ലാണെന്നുണ്ടെങ്കിൽ S1ഉം S2ഉം പറയാം കേട്ടോ. ബി ആണെങ്കിൽ S2 ആണ്, എ ആണെങ്കിൽ S1 ആണ്. അപ്പോൾ എക്ക് നേരെയാണെങ്കിൽ 20, ബിക്ക് നേരെയാണെങ്കിൽ 50. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എസ് കാണാനായിട്ട്, സ്ഥാനാന്തരം കാണാനായിട്ട് നമ്മൾ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമാണ്, സോറി സ്ഥാനം ബൈ ആദ്യ സ്ഥാനമാണ്. നേരത്തെ ഞാനിതുപോലെ അന്ത്യപ്രവേഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അന്ത്യസ്ഥാനം ബൈ ആദ്യ സ്ഥാനം എന്നാണ്. അപ്പോൾ 50 - 20 നമുക്ക് ചെയ്യാം അല്ലേ? 50 - 20 ബൈ സമയം എത്രയാണെന്ന് നോക്കി. സമയം എത്രയാണ് വന്നിരിക്കുന്നത്? സമയം അടിയിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം 4ഉം 10 അല്ലേ വന്നിരിക്കുന്നത്? 4ഉം 10 അല്ലേ വന്നിരിക്കുന്നുണ്ട്? അതേലോ, അതെ അല്ലേ? അപ്പോൾ 10 - 4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30/6 എന്ന് കിട്ടും അല്ലേ? 30/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 കിട്ടി ഇല്ലേ? 5 കിട്ടിയല്ലോ. അപ്പോൾ 5 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ അതാണ് അവിടുത്തെ എന്ന് പറയുന്നത് പ്രവേഗം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ഭാഗത്ത് കാറിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 - എത്രയായിരുന്നു? 20 അല്ലായിരുന്നത്? 50 - 20 എത്രയാണ്? 30 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എ മുതൽ ബി വരെയുള്ള കാറ് സഞ്ചരിക്കുന്നതിനടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 10 - 4 ആണെന്ന് പറഞ്ഞു. 10 - 4 ആണെന്നുണ്ടെങ്കിൽ 6 ആണെന്ന് നമുക്ക് കിട്ടി. നമ്മുടെ പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ സ്ഥാനാന്തര ബൈ സമയമാണ്. അതായത് S2 - S1/T2 - T1. ആ പോയിന്റിന് ജസ്റ്റ് 1 ഉം 2 ഉം ഇട്ട് കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് നമുക്ക് 30/6 ചെയ്യുമ്പോൾ അല്ലേ? 30/6 ചെയ്യുമ്പോൾ നമുക്ക് 5 m/s എന്ന് കിട്ടി. അതാണ് അവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ ഗ്രാഫിലെ കാറിൻ്റെ 6ാം സെക്കൻഡിലെ സ്ഥാനം എത്രയാണ്? 6ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് 6ാമത്തെ സെക്കൻഡ്. എങ്കിൽ സ്ഥാനം എത്രയാണ് വന്നിരിക്കുന്നത്? നോക്കി. 6ൻ്റെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞേ. 6ൻ്റെ സ്ഥാനം നോക്കിക്കേ, ഗ്രാഫ് നോക്കി. 6ൻ്റെ സ്ഥാനം ഏതാണ്? 30 ആണല്ലേ? 30 6ൻ്റെ സ്ഥാനം. നമ്മിങ്ങനെ നേരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 6ൻ്റെ സ്ഥാനം 30 നമുക്ക് മനസ്സിലായി. 30. ഈ കാറിന് ഏത് തരം പ്രവേഗമാണുള്ളത്? ഈ കാറിന് ഏത് തരം പ്രവേഗമാണ്? സമപ്രവേഗമാണ് ഉള്ളത്. എത്രയാണ്? സമപ്രവേഗമാണ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓരോ പോയിന്റിൽ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാറിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് സമപ്രവേഗമാണ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയേ, ഇത് ഇങ്ങനെ നേരല്ലേ വന്നിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ നേർരേഖ ലൈനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സമപ്രവേഗമായിരിക്കും. ഓക്കെ. 6 സെക്കൻഡും 8 സെക്കൻഡും ഇടയിൽ കാറിൻ്റെ പ്രവേഗം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം V = S/T ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 സെക്കൻഡും 8 സെക്കൻഡും, ഇതാണ് 6ഉം ഇത് 8. അപ്പോൾ 8നാണെന്നുണ്ടെങ്കിൽ 40, 6നാണെങ്കിൽ 30 സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 40 - 30 ചെയ്യാം അല്ലേ? 40 - 30. പിന്നെ ഇവിടുത്തെ 6ഉം 8 അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 40 - 30/2 അല്ലേ? 40 - 30/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 10/2 = 5 m/s എന്നാണ് കിട്ടുക. 5 m/s നമുക്ക് കിട്ടും. 6നും 8നും ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിന് അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരും. തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കി 2, 4, 6, 8, 10 എന്നാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് 1, 2, 3, 4 ഇട്ട് കൊടുക്കാം. അങ്ങനെ 1, 2, 3, 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്രാഫ് കുറച്ചും കൂടി വലുതായിട്ട് വരും. 2, 4 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ കുറച്ചും കൂടി ചെറുതായിട്ട് വരും. അത്ര തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി പ്രവേഗ സമയ ഗ്രാഫ് അതും
കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് തീരും. പിന്നെ നമുക്ക് ചലന സമവാക്യങ്ങളിലേക്ക് കിടക്കാം. പ്രവേഗ സമയ ഗ്രാഫ് എന്ന് വെച്ചാൽ പ്രവേഗവും സമയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. നോക്കി നോക്കിയ വാഹനത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, മുകളിലേക്കാണെങ്കിൽ പ്രവേഗമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് സമയം 0:2:4:6:8:10 പ്രവേഗമാണെങ്കിൽ 0:20:40 നോക്കി നോക്കി എങ്ങനെയാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. 0:20 പിന്നെ 40 കോൺസ്റ്റന്റ് ആണ് അല്ലേ, നേർരേഖയാണ് വന്നിരിക്കുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പ്രവേഗവും രേഖപ്പെടുത്തി വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് അക്ഷത്തിൽ എന്താണ്, സമയമാണ്, വൈ അക്ഷത്തിലാണെങ്കിൽ എന്താണ്, പ്രവേഗമാണ്. ലഭിച്ച ഗ്രാഫിൽ നിന്ന് 4ാമത്തെയും 10ാമത്തെയും സെക്കൻഡിനിടയിൽ ഉണ്ടായ സ്ഥാനാന്തരം കണ്ടെത്തൂ. 4ാമത്തെയും 10ാമത്തെയും നോക്കി, 4 ഇത് 10 അല്ലേ, 4ഉം 10ഉം. അപ്പോൾ ഇതിനിടയിലുള്ള സ്ഥാനാന്തരം എത്രയാണ്, 40 ആണ് അല്ലേ. 40 തന്നെയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാ പോലും എന്താണ്, 40 തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ മുതൽ 4 മുതൽ 10 വരെയാണെങ്കിൽ 40 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്ഥാനാന്തരം കണ്ടെത്തി പ്രവേഗം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയമാണ്. അതിൽ നിന്ന് നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇല്ലേ. ഇവിടെ നമുക്ക് പ്രവേഗമായിരുന്നു അത് പ്രവേഗമായിരുന്നു. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റി പോയിട്ടുണ്ട്. നോക്കി നോക്കിയേ, ഇത് സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവേഗമാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പ്രവേഗമാണ് അല്ലേ 40 മീറ്റർ/സെക്കൻഡ് ആണ്, പ്രവേഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്, സ്ഥാനാന്തരമല്ല. മറ്റേ ഒരു ക്വസ്റ്റ്യൻ്റെ ഇതിലേക്ക് പോയതാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇത് 40 മീറ്റർ/സെക്കൻഡ് ആണ്, അതായത് പ്രവേഗമാണ് അല്ലേ. എയിലും ഡിയിലാണെങ്കിൽ 40 മീറ്റർ/സെക്കൻഡ് ആണ്, ബിയിലും സിയിലും കാണുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ജസ്റ്റ് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40 മീറ്റർ/സെക്കൻഡ് ആണ് അവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 40 ആണെന്നുണ്ടെങ്കിൽ മീറ്റർ/സെക്കൻഡ് പ്രവേഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്ഥാനാന്തരം കാണുന്ന ഇക്വേഷൻ എന്താണ്, പ്രവേഗം ഇൻറ്റു സമയമാണ്. അതായത് പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ സ്ഥാനാന്തരം = പ്രവേഗം ഇൻറ്റു സമയം ചെയ്താൽ മതി. അതായത് 40 × 40 ആണ് നമുക്ക് പ്രവേഗം കിട്ടിയിട്ടുള്ളത്. സമയമാണെന്നുണ്ടെങ്കിലോ 4 മുതൽ 10 വരെയില്ലേ, അപ്പോൾ 10ൽ നിന്ന് 4 കുറച്ച് എത്രയാണ്, 6. 40 × 6 = 240 മീറ്റർ എന്ന് നമുക്ക് കിട്ടാം. 240 മീറ്റർ എന്ന് കിട്ടും. ഗ്രാഫിൽ ഇത് AB × ADക്ക് തുല്യമായിരിക്കും. നോക്കി നോക്കിയേ, AB × AD എന്ന് പറയുമ്പോൾ നോക്കി നോക്കിയേ, അതെന്ന് പറയുന്നത് ഇതാണ് AB എന്ന് പറയുന്നത്, ഇതാണ് AD എന്ന് പറയുന്നത് അല്ലേ. ഇതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എന്ന് കിട്ടൂലേ, ഒരു ചതുരം കിട്ടൂലേ. ഒരു ചതുരം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഗ്രാഫിൽ BCക്ക് താഴെ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. നോക്കി നോക്കിയേ, BCക്ക് താഴെ വരുന്ന നോക്കിയേ, BC എന്ന് പറയുമ്പോൾ ഇതാണ് BC. ഇതിന് താഴെ വരുന്ന പരപ്പളവിന് തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞു ഓരോ പോയിന്റിലും 40 മീറ്റർ/സെക്കൻഡ് തന്നെയാണ് പ്രവേഗം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയായിരിക്കും എല്ലാ പോയിന്റിലും വരാം അല്ലേ. അതാണ് പറയുന്നത് BCക്ക് താഴെ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. അതായത് 40 × 6 തന്നെയായിരിക്കും വരാം, 240 മീറ്റർ തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലായത്, ഇവിടെ നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈക്വൽ തന്നെയായിരിക്കും. ആ സമയ ഇടവേളയിൽ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗം, അതായത് ഇതാണ് ഗ്രാഫിന് ചുവടെയുള്ള ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ പരപ്പളവിന് തുല്യമാണ്. പരപ്പളവിന് തുല്യമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. പരപ്പളവിന് തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. നീളം ഇൻറ്റു വീതിയല്ലേ. നോക്കി നോക്കി, പരപ്പളവ് എങ്ങനെ കാണാൻ, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നമുക്കിവിടെ നീളം എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി നോക്കിയേ, 4ഉം 6ഉം ഇടയിൽ എത്രയാണ്, 2, 4, 6 അല്ലേ. ഇപ്പോൾ ഇവിടെ 6 കിട്ടി. 6 ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നീളം വീതി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അതുപോലെ എടുക്കാൻ നോക്കാം. പിന്നെ 40, ഇവിടെ 40, 30, അപ്പോൾ 40 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6 × 40 = 240 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കവിടെ പരപ്പളവ് എന്ന് പറയുന്നത് 240 കിട്ടി. നമ്മൾ നേരത്തെ കണ്ട സ്ഥാനാന്തരം എന്ന് പറയുന്നത് 240 തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക. ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഏതാണ്, ആദ്യത്തെ 4 സെക്കൻഡിലെ ഇതാണ് നമ്മുടെ 4 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാനാന്തരമാണ് കണ്ടെത്തേണ്ടത്. പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്, 4 സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, 40 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 4 സെക്കൻഡ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാന്തരം എങ്ങനെ കണ്ടുപിടിക്കും, സ്ഥാനാന്തരത്തിൻ്റെ ഇക്വേഷൻ എന്താണ്,
എസ് ഇസ് ഈക്വൽ ടു വി ബൈ ടി അല്ലേ, വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണ്. എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണ്. ഇനി നമുക്ക് അത് ഏരിയ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലേ. എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്ന് എഴുതാം. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു നോക്കി നോക്കിയേ, ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ അല്ലേ കിട്ടിയിരിക്കുന്നത്, ത്രികോണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങൊന്നില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ നേരിട്ട് ചെയ്ത പോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മതി, ഇതിൻ്റെ പരപ്പിളവ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരപ്പിളവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം, ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു അല്ലേ, ഹാഫ് ഇൻറ്റു 4 അല്ലേ, ഇത് 2 ഇത് 2, അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എച്ച് എത്രയാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്? ഹൈറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 40 അല്ലേ, 40 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 40 നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 40 അല്ലേ, എത്രയാണ്? 80 എന്ന് കിട്ടും അല്ലേ. 80 ആണെന്ന് നമുക്ക് അവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ എസ് ബൈ ടി വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരപ്പിളവിന് തുല്യമാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരപ്പിളവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ചതുരമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം നമ്മൾ ചതുരത്തിൻ്റെ പരപ്പിളവ് കണ്ടുപിടിച്ചു അല്ലേ, നീളം ഇൻറ്റു വീതി എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് നമ്മൾ പോയിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നോക്കിയപ്പോൾ നമുക്ക് ത്രികോണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പിളവ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗ മാറ്റം എത്രയാണ്? ത്വരണം എത്രയാണ് വരാ? പ്രവേഗ മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? വി മൈനസ് യു ആണ് അല്ലേ, വി മൈനസ് യു എന്നാണ് അല്ലേ, വി മൈനസ് യു എന്നാണ്, അല്ലെങ്കിൽ വി മൈനസ് യു എന്നിട്ട് കൊടുക്കാം. പ്രവേഗ മാറ്റം വി മൈനസ് യു ആണ്. അതായത് ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗ മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. അപ്പോൾ 4 സെക്കൻഡ് 40 ഉണ്ട്, 0 ഉണ്ട് അല്ലേ, 40 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ 40 മൈനസ് 0 എന്ന് ഇട്ട് കൊടുത്താലോ അല്ലേ, 40 മൈനസ് 0 ഇസ് ഈക്വൽ ടു പ്രവേഗ മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40 മൈനസ് 0 ഇസ് ഈക്വൽ ടു നമുക്ക് 40 എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ എങ്ങനെ ആക്സലറേഷൻ ത്വരണം കണ്ടുപിടിക്കും? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ നമുക്ക് വി മൈനസ് യു എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 40 ആണ് കിട്ടി. നമുക്ക് സമയം എത്രയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? എത്രയാണ് സമയം ചോദിച്ചിട്ടുള്ളത്? 4 സെക്കൻഡാണ്. അപ്പോൾ 40 മൈനസ് 4 ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടിയില്ലേ. ഇപ്പോൾ 10 ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടുത്തെ ത്വരണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിലുള്ള വാഹനത്തിൻ്റെ ത്വരണം കാണുക. 4 സെക്കൻഡും 10 സെക്കൻഡും, ഇതാണ് 4 സെക്കൻഡ്, 4ഉം 10നും ഇടയിലുള്ള ത്വരണം കാണാം അല്ലേ. അപ്പോൾ 4ഉം 10നും ഇടയിലുള്ള ത്വരണം കാണാമെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി മൈനസ് യു ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ വി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്? വി ഇസ് ഈക്വൽ ടു 40 അല്ലേ. 4 40 ആണ്, 10 40 ആണ്. അപ്പോൾ വി മൈനസ് യു എന്ന് പറയുമ്പോൾ 40 മൈനസ് 40 അല്ലേ, 40 മൈനസ് 40 ബൈ സമയം എന്ന് പറയുമ്പോൾ എത്രയാണ്? 4നും 10നും ഇടയിൽ 6. അപ്പോൾ 40 മൈനസ് 40 0 ആയി. അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്രയാണ്? 0 ആണ് നമുക്ക് കിട്ടി. അത് കാരണം 0 ആയ കാരണമാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? കോൺസ്റ്റൻറ്റ് ലൈൻ കിട്ടിയിട്ടുള്ളത്. കോൺസ്റ്റൻറ്റ് ലൈനിലെ നേർരേഖ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്ഥാനാന്തര പ്രവേഗ സമയമൊക്കെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്രാഫുമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഭാഗം വരുന്നത് എന്താണ്? ചലന സമവാക്യങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, പഠിച്ചു വെക്കണം. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. PSC ആണെങ്കിലും SSC ആണെങ്കിലും RRB ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെന്നുണ്ടെങ്കിലും അല്ലേ, ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കുന്ന ഇങ്ങനത്തെ ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കാം. ബാക്കി ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ചലന സമവാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ചുവടെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u ആണ്. അന്ത്യപ്രവേഗം എന്ന് വെച്ചാൽ എന്താണ്? v ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u ആണ്, അന്ത്യപ്രവേഗം v ആണെന്ന് പറഞ്ഞു, സ്ഥാനാന്തരം s ആണെന്ന് പറഞ്ഞു, ത്വരണമാണെങ്കിലോ a ആണെന്ന് പറഞ്ഞു,
സമയമാണെങ്കിലോ ടി ആണ് അല്ലേ. പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ഈ പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. നമുക്ക് പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം പ്രവേഗം എന്ന് പറയുമ്പോൾ വിയും യു എന്ന് പറയുന്ന പ്രവേഗത്തിനെ സൂചിപ്പിക്കുന്നതാണ്. സമയം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ഇത് മൂന്നും വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അല്ലേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം ചോദിക്കുകയാണെങ്കിൽ, അതായത് സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എസ് ആണ്, സമയം എന്ന് പറയുമ്പോൾ ടി ആണ്. ഇത് രണ്ടും തമ്മിൽ കറക്റ്റ് റിലേഷൻ നോക്കുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നമുക്ക് സ്ഥാനാന്തരം പ്രവേഗവും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിലോ, സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എസ് ആണ്, പ്രവേഗമാണെങ്കിൽ വി ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബന്ധത്തിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ്. എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ്. ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചല്ലോ, ക്ലിയർ ആയില്ലേ? സമത്വരണത്തിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഈ സമവാക്യങ്ങൾ ബാധകമാകുള്ളൂ എന്നും പഠിച്ചു വെക്കുക. സമത്വരണമാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ ബാധകമാകുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും വരില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഒരു 99% അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചലന സമവാക്യങ്ങൾ പഠിക്കുക. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഒന്നുകൂടി പഠിച്ചേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഒന്നല്ലെങ്കിൽ ഇത് ജസ്റ്റ് 10 പ്രാവശ്യം ബുക്കിൽ അങ്ങോട്ട് എഴുതി വെക്കുക, എന്നിട്ട് അങ്ങനെ പഠിക്കുക കേട്ടോ. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും ആയി. ഈ സമയയിടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? അപ്പോൾ നമുക്ക് സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് ചോദിച്ചേ. ആദ്യ പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി. ഇനി സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് 2 സെക്കൻഡ് തന്നിട്ടുണ്ട്, 6 സെക്കൻഡും എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സമയം കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 6 മൈനസ് 2 ഇസ് ഈക്വൽ ടു നമുക്ക് 4 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. 4 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് വി ആണ്. വി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് വി ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ഥാനാന്തരമാണ്. അപ്പോൾ സ്ഥാനാന്തരത്തിന് ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. നമുക്കിതിൽ നമുക്ക് നോക്കിയൊക്കെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ത്വരണം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ? ഇല്ല, നമ്മൾ എ എന്ന് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, ത്വരണമാണ്. നമുക്ക് ത്വരണം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ത്വരണം കണ്ടുപിടിക്കുന്നതിനായിട്ട് ആക്സിലറേഷനുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഉണ്ടല്ലേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയിലും എ വരുന്നുണ്ട്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്ക് എന്ത് വരുന്നുണ്ട്? എ എന്ന് പറയുന്നത് വരുന്നുണ്ട് അല്ലേ. എ എന്ന് പറയുന്നത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ നമ്മൾ എഴുതിയിട്ടില്ലേ, അവിടെ നോക്കിയപ്പോൾ യുവും വിയും ടിയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യുവും വിയും ടിയും തമ്മിൽ കറക്റ്റ് ഏതാണ് ഇക്വേഷൻ മാച്ച് ആയിട്ട് വരാം? യുവും വിയും ടിയും ഉള്ളത് ഏത് ഇക്വേഷനാണ് നോക്കി നോക്കിയേ. ഫസ്റ്റത്തെ ഇക്വേഷനാണ്, അതായത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്സിലറേഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് അറിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ? വി മൈനസ് യു എന്ന് എഴുതാം അല്ലേ. വി മൈനസ് യു ഇസ് ഈക്വൽ ടു യുവിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ വി മൈനസ് യു എന്നായി. വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. വി മൈനസ് യു ബൈ ടി ആണല്ലേ. ഇൻറ്റു ടി എന്നുള്ളത് എ ഇൻറ്റു ടി എന്നുള്ളത് ഇങ്ങോട്ട് ഡിവൈഡ് വരുമ്പോൾ എന്താണ്? ഹരണം ടി എന്നല്ലേ വരും അല്ലേ. ഡിവൈഡ് ബൈ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വി എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്.
40 മൈനസ് യു എന്ന് പറയുമ്പോൾ 20 40 മൈനസ് 20/4 = എത്ര കിട്ടും? 40 നിന്നും 20 കുറച്ച് എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? 40 20 കുറച്ച് 20 കിട്ടും. 4 സെക്കൻഡ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ 20/4 = നമുക്ക് എത്ര കിട്ടി? 5 m/s² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 5 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് v-u/t ആണ്. അപ്പോൾ v-u/t എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ജസ്റ്റ് ആ വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി s is equal to ut plus half at² ആണ്. നമുക്ക് ആക്സിലറേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ s is equal to ut plus half at² നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. u എന്ന് പറയുന്നത് എന്താണ്? 20 t എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡാണ്. ഹാഫ് at² എന്ന് പറയുമ്പോൾ 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 4² ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 80 + 40 = 120 മീറ്റർ എന്ന് കിട്ടിയില്ലേ? 80 പ്ലസ് നമ്മൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 80 + 40 = 120 മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എങ്ങനെയാണ് വാല്യൂസ് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 m/s നിന്നും 16 m/s എത്തി എങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ 10 സെക്കൻഡ് പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പ്രവേഗം എന്ന് പറയുമ്പോൾ നമുക്ക് 10 സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 10 സെക്കൻഡും 16 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ യു അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u = 6 m/s ആണ്. v = 16 m/s ആണ്. t എത്രയാണ്? സമയം എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 10 സെക്കൻഡ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ തിരിച്ച് പറഞ്ഞു അല്ലേ? സെക്കൻഡ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ കാറിൻ്റെ പ്രവേഗമാണ് നമുക്ക് എന്ന് തന്നിട്ടുള്ളത് 6ഉം 16 നമുക്ക് തന്നിട്ടുള്ളത്. സമയമാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 10 സെക്കൻഡിന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ u = 6 m/s, v = 16 m/s, t = 10 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. a = v-u/t ആണ്. അപ്പോൾ v എന്ന് പറയുമ്പോൾ 16 ആണ്, u എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ v-u/t അല്ലേ? v-u/t ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 - 6/10 എത്ര കിട്ടും? 16 - 6 = 10 അല്ലേ? 10/10 = 1 m/s² എന്ന് നമുക്ക് കിട്ടി അല്ലേ? 1 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ക്ലിയർ ആയല്ലോ. a = v-u/t ആണ്. ഒന്നുകിൽ ആ ഇക്വേഷൻ കാണാണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ 3 ഇക്വേഷൻ കാണാണ്ട് പഠിച്ചാലും മതി. അതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് പറ്റും. നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. സ്ഥാനാന്തരം കാണുന്ന ഇക്വേഷൻ എന്താണ്? s = ut plus half at² ആണ്. നമുക്ക് ആക്സിലറേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി u എത്രയാണ്? u എന്ന് പറയുന്നത് 6 m/s ആണ്. t ആണെങ്കിലോ, സമയമാണെങ്കിൽ 10 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 1 ആണ്. t ആണെങ്കിൽ 10 ആണ്. 10² ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് യൂണിറ്റുകൾ നമ്മൾ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ യൂണിറ്റുകൾ ഒരുമിച്ച് എഴുതാനായിട്ട് പഠിക്കുക. അതിനൊക്കെ മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ, വാല്യൂസ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? യൂണിറ്റ് കൂടി ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 60 + 50 = 110 മീറ്റർ എന്ന് കിട്ടും. അതാണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. ത്വരണം എങ്ങനെ കണ്ടുപിടിക്കും? a = v-u/t ആണ്. ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാൻ അല്ലേ? ഒരു ട്രെയിൻ പുറപ്പെടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. u = എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ട്രെയിൻ പുറപ്പെടുന്നുള്ളൂ. അപ്പോൾ u = 0 ആയിരിക്കും. ഇനി v എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 90 km/h ആണ് ആയിട്ടുള്ളത്. അവിടെ യൂണിറ്റ് ശ്രദ്ധിച്ച് നോക്കിയേ. km/h എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് km/h ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ m/s ആക്കുമ്പോൾ 5/18 ആണ് കിട്ടുക. 1000/3600 ചെയ്താൽ മതി. 10 മിനിറ്റ് 90 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ 1000/3600 നമുക്ക് ചെയ്യുകയാണെങ്കിൽ 5/18 എന്ന് കിട്ടും. അല്ലെങ്കിൽ 5/18 എന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാലും മതി. ഇൻറ്റു 5/18 ആണ് ചെയ്യേണ്ടത് km/h m/s ആക്കുന്നതിനായിട്ട്. അപ്പോൾ u = 0 ആണ്.
വി ഈസ് ഈക്വൽ ടു 90 അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഈ 90 എന്നുള്ളത് മാറ്റണം അല്ലേ? അപ്പോൾ 90 ഇൻറ്റു 5/18 ചെയ്യാം അല്ലേ? 90 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 90-ൽ 5 പ്രാവശ്യം പോവും അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടാം. അപ്പോൾ അവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡാണ് തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? 600 സെക്കൻഡാണ്. ഇനി ത്വരണം എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 600 അല്ലേ? 600 എന്ന് പറയുന്നത് നമുക്ക് സമയം നമ്മൾ ചെയ്തതാണ് 600 സെക്കൻഡ്. വി എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടി. അപ്പോൾ 25 മൈനസ് 0 അല്ലേ? വി മൈനസ് യു എന്ന് പറയുമ്പോൾ 25 മൈനസ് 0 ബൈ 600 സെക്കൻഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്? അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഉയരം, അതായത് സ്ഥാനാന്തരമാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ഇട്ട് നോക്കി നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണം അല്ലേ? ത്വരണം നമുക്ക് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ലാസ്റ്റത്തെ എത്രയാണ്? വി എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ യുവും എയും വിയും തമ്മിലുള്ള ഇക്വേഷൻ ഏതാണ് കണക്ട് ചെയ്തിട്ട് വരുന്നത്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് വരും. ഓക്കെയാണ്. പക്ഷെ നമുക്കിവിടെ എസ് കണ്ടുപിടിക്കണം. അത് കാരണം നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുമ്പോൾ വി എന്ന് പറയുന്നത് 20 ആണ്, യു എന്ന് പറയുന്നത് 0 ആണ്. 2 ഇൻറ്റു എ ഇൻറ്റു എസ് അല്ലേ? എ എന്ന് പറയുന്നത് 10 ആണ്, എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 20ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 400 അല്ലേ? 400 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ത്വരണം നമുക്ക് തന്നിട്ടുണ്ട് 10 ഇൻറ്റു എസ്. അപ്പോൾ നമുക്ക് എസ് കണ്ടുപിടിക്കാമല്ലോ. 400 ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു എസ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 400/20 കിട്ടും. അപ്പോൾ ബൈ 20 മീറ്റർ അല്ലേ? 20 എന്നാണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എങ്ങനെയാണ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിശ്ചലാവസ്ഥയിൽ നിന്ന് വരാണെങ്കിൽ എന്തായാലും 0 ആയിരിക്കും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ എന്താ പഠിച്ചു വയ്ക്കേണ്ടത് ഇവിടെ? എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവണം എന്നുള്ളതും നോക്കി വയ്ക്കാം. ഇനി നമുക്ക് വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോയാലോ? ഇത് വേണോ? ഈ ക്വസ്റ്റ്യൻ വേണോ? വേഗം പറഞ്ഞു പോകാം കേട്ടോ. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാറ് സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതാണ് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് കാറ് വരുന്നത് അല്ലേ? നിശ്ചലാവസ്ഥയിൽ നിന്നാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് ആദ്യം തന്നെ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കാർ സമത്വരണത്തോടെയാണ് ചലിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് അല്ലേ? 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം നമുക്ക് തന്നിട്ടുണ്ട്, 20 തന്നിട്ടുണ്ട്. പിന്നെ 200 മീറ്റർ ദൂരമാണ് എത്തിയിട്ടുള്ളത് അല്ലേ? 200 മീറ്റർ ദൂരം എത്തി എന്ന് പറയുമ്പോൾ എത്രയാണ് ദൂരം സഞ്ചരിച്ച ദൂരം എന്ന് വെച്ചാൽ എസ് അല്ലേ? എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 200 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ കാറിന് ത്വരണം കണക്കാക്കുന്ന ത്വരണം എന്ന് പറയുമ്പോൾ ഏതാണ്? എ അല്ലേ? അപ്പോൾ ഇത് എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കിയാലോ? ഒന്നിട്ട് കൊടുത്തേ. എസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 200 ആണെന്നുള്ളത്. അപ്പോൾ 200 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നോക്കേണ്ട കാര്യമില്ല. ഇനി ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് എ ഇൻറ്റു 20 സ്ക്വയർ എന്ന് വരും അല്ലേ? ഹാഫ് എ ഇൻറ്റു 20 സ്ക്വയർ അല്ലേ വരാ? ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു അവിടെ ഓക്കെ പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഹാഫ് എ എന്നുള്ളത് ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി 20 അല്ലേ? 20 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. 20 ഹാഫ് ഇൻറ്റു ഇവിടെ ഇത് ഹാഫ് ഇൻറ്റു
20 സ്ക്വയർ, എ ഇൻറ്റു 20 സ്ക്വയർ അല്ലേ. എ നമുക്ക് കണ്ടുപിടിക്കണം. എ ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 അല്ലേ, 400 അല്ലേ. അപ്പോൾ 400/2 ചെയ്യാം. 400/2 ചെയ്യുമ്പോൾ 200 കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ പോർഷൻ 200 കിട്ടിയിട്ടുണ്ട്. ഹാഫ് AD സ്ക്വയർ എന്ന് പറയുന്നത് 200 നമുക്ക് കിട്ടി. 200 = 200 A എന്നാണ് വരുന്നത് അല്ലേ. 200 = 200 A എന്നല്ലേ വരാ. 200 = 200 A എന്ന് വരുമ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് എത്രയാണ്? A = 200/200, അതായത് 1 എന്ന് കിട്ടിയല്ലോ. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതി നോക്കുക കേട്ടോ. S = UT + ഹാഫ് AD സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് കറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചലാവസ്ഥയിൽ നിന്നും നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 m/s² ത്വരണത്തോടെ. അപ്പോൾ നമുക്ക് ത്വരണം തന്നിട്ടുണ്ട് അല്ലേ. ത്വരണം തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് നീങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 സെക്കൻഡ് കഴിയുമ്പോൾ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു. 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? വസ്തുവിൻ്റെ പ്രവേഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രവേഗം കണ്ടുപിടിക്കുന്നത് v = u + at ആണ്. നമുക്ക് നിശ്ചലാവസ്ഥയിലാണെന്ന് തന്നിട്ടുള്ള കാരണം u = നമുക്ക് 0 ആണെന്ന് നമുക്കറിയാം. 2 m/s² ത്വരണമാണ്. അപ്പോൾ a = 2 ആണ്. നമുക്ക് സെക്കൻഡ് t = 10 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രവേഗം കാണാൻ v = u + at എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? v എന്ന് പറയുന്നത് v = 0 + 2 × 10 എന്ന് കിട്ടും. അതായത് 20 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 20 m/s ആണ് ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ വിരുദ്ധ വിശകലനം ചെയ്ത പ്രത്യേകതകൾ കണ്ടെത്താനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ സമയവും പ്രവേഗവും തമ്മിലുള്ള ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എവിടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നീങ്ങുന്നത്? സമത്വരണത്തിലാണ്, നേർരേഖയിലാണ് അല്ലേ, സമത്വരണത്തിലാണ് നീങ്ങുന്നത്. അത് മനസ്സിലായി. നെക്സ്റ്റ് ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയവും പ്രവേഗവും തമ്മിലുള്ളതാണ്. ഇങ്ങനെ ചെരിവ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു വാഹനം മന്ദീകരണത്തിന് ഇവിടെ കുറഞ്ഞല്ലേ വരുന്നത്. വാല്യൂസ് ഇങ്ങനെ പ്രവേഗം കുറഞ്ഞ് വരാണ്. അപ്പോൾ പ്രവേഗം കുറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്താണ് അർത്ഥം വരുന്നത്? നോക്കി സമമന്ദീകരണമാണ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് പ്രവേഗവും സമയവും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ത്വരണവും അല്ലേ, പ്രവേഗവും സമയമാണെന്നുണ്ടെങ്കിൽ ത്വരണമാണ് അവിടെ കണക്കാക്കണമെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നമുക്ക് എന്താണ് നെഗറ്റീവ് എന്നാണ്, നെഗറ്റീവ് ത്വരണമാണ്. അതായത് മന്ദീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. സമമന്ദീകരണമാണ്, നേർരേഖയാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സമമന്ദീകരണത്തിലാണ് വാഹനം നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാം. ഗ്രാഫ് 3 ആണെങ്കിൽ എന്താണ്, എങ്ങനെയാണ്? അസമത്വരണത്തിലാണ് നീങ്ങുന്നത് അല്ലേ. കറക്റ്റായിട്ടൊന്നല്ല നീങ്ങുന്നത്. അപ്പോൾ അസമത്വരണമാണ് അല്ലേ, സമമല്ലാത്ത ത്വരണമാണ്. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർ എ, കാർ ബി ഇവയുടെ സഞ്ചാരത്തിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? നോക്കി. ഏത് കാറിനായിരിക്കും ത്വരണം? കാർ എയും തന്നിട്ടുണ്ട്, കാർ ബിയും തന്നിട്ടുണ്ട്. ഏതിനായിരിക്കും കൂടുതൽ ത്വരണം ഉണ്ടായിരിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും അറിയോ? എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവേഗം ബൈ സമയം ചെയ്താൽ മതി അല്ലേ. ത്വരണം കാണുന്നതിനായിട്ട് പ്രവേഗം ബൈ സമയം ചെയ്താൽ മതി. അപ്പോൾ കാർ എയുടെ നോക്കുകയാണെങ്കിൽ കാർ എ 5 സമയം നമുക്ക് തന്നിട്ടുള്ളത്. സമയം 5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രവേഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 5 നമുക്ക് തന്നിട്ടുണ്ട്. കാർ എയുടെ നോക്കുകയാണെങ്കിൽ 5 തന്നിട്ടുണ്ട്. പിന്നെ ഇതാ വരാം സമയം. കാർ എയുടെ പ്രവേഗം നമുക്ക് 5 തന്നിട്ടുണ്ട് അല്ലേ. പ്രവേഗമാണ് 5 നമുക്ക് തന്നിട്ടുള്ളത്. സമയം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ലൈൻ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം നമുക്ക് അടുത്ത സമയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. ഇത് എവിടേക്കാണ്? ഫൈനൽ സമയം നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഫൈനൽ സമയം കാണാനായിട്ട് ഇവിടെ നമുക്ക് ഇനീഷ്യൽ സമയം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഫൈനൽ സമയം നമുക്ക് കാണണം. ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് അതായത് 5 m/s എത്തുന്ന സമയം എത്രയാണ്? 5:07 നമുക്ക് തന്നിരിക്കുന്നത്. അതെ. അപ്പോൾ നമുക്ക് ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവേഗം ബൈ സമയം 5/7 - 5 7 - 5 = 2.5 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കാർ ബിയുടെ നോക്കുകയാണെങ്കിലോ, കാർ ബിയുടെ നോക്കുകയാണെങ്കിൽ 2 സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്? 2 ഇവിടെ നിന്ന് പോയിന്റ് വരുമ്പോൾ വീണ്ടും 7 തന്നെയാണ് വരുന്നത് അല്ലേ. ഇവിടെ തന്നെയല്ലേ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ 7 തന്നെയാണ്. അപ്പോൾ നമുക്ക് 7 5 നമുക്ക് കിട്ടി. ഇനി 3 ഇവിടുത്തെ
പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ? 5 ആണ് അല്ലേ? 5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5/7 അല്ലേ? 7 - 3 അല്ലേ? ഇവിടെ 7ഉം ഇവിടെ 3ആണ്. 7 - 3 അതായത് 5/4 = 1.25 നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടാൽ മതി കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് 2 പോയിന്റ് നമുക്ക് നോക്കിയേ, ഇത് നമുക്ക് ചെരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ ലൈൻ ചെരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് നീങ്ങിയെന്ന് അറിയണം, പ്രവേഗം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിക്കൂ. ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള വൃത്തപാതയിൽ കൂടി സമമായ വേഗത്തിലാണ് ഓടുന്നത്. അത് കാരണം വൃത്തപാതയുടെ ആരം എത്രയാണ്? ആരം എന്ന് പറയുന്നത് 70 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലൂടെ ഓടിയിട്ട് തിരികെ എയിൽ ഓടിയെത്തണം അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് ഓടിയിട്ട് പിന്നെ വീണ്ടും തിരികെ എയിലേക്ക് ഓടിയെത്തുന്ന സമയം എന്ന് പറയുന്നത് 80 സെക്കൻഡാണ്. എങ്കിൽ പട്ടികയിൽ നൽകിയ ഓരോ സന്ദർഭത്തിലുള്ള ദൂരം, സ്ഥാനാന്തരം, വേഗം, പ്രവേഗം എന്നിവയൊക്കെ കണ്ടെത്താൻ പറയുന്നുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? ബിയിലേക്ക് എത്താണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം ബിയിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദൂരം എന്ന് പറയുന്നത് ആരമാണ് നമുക്ക് 200 അല്ലേ? നമുക്ക് തന്നിട്ടുള്ളത് 440 മീറ്റർ ചുറ്റളവിലാണ് ഓടുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആരം നമുക്ക് 70 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരം എത്രയായിരിക്കും? ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബിയിലെത്തുമ്പോൾ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 440 അല്ലേ? 220 ആയിരിക്കും ലഭിക്കുക അല്ലേ? 440/2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ലഭിക്കുക? 220 ആണ് ലഭിക്കുന്നത്. അപ്പോൾ 220 ആണ് അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. ഈ സ്ഥാനാന്തരം എങ്ങനെ കണ്ടുപിടിക്കും? അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നേർരേഖയിലുള്ള ചലനം നോക്കിയാൽ മതി. നേർരേഖയിൽ നോക്കുകയാണെങ്കിൽ ആരം 70 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെയും 70 ആയിരിക്കും. അപ്പോൾ 70 + 70 എത്രയാണ്? 140 ആണ്. അപ്പോൾ നമുക്ക് സ്ഥാനാന്തരം നമുക്ക് കിട്ടും അല്ലേ? സ്ഥാനാന്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സർക്കിൾ ഫുൾ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് അറിയണം. അപ്പം 220 മീറ്റർ ആണ് കിട്ടി. മൊത്തം എന്തായാലും മൊത്തം സർക്കിളിൽ പോകുന്നത് 440 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും പകുതി ചുറ്റളവ് എന്തായാലും 220 ആയിരിക്കുമല്ലോ അല്ലേ? ഇനി വേഗം കണ്ടുപിടിക്കുന്നതിനായിട്ട് ദൂരം ബൈ സമയമാണ്. വേഗം = എന്താണ്? ദൂരം ബൈ സമയം ആണ് അല്ലേ? സമയം ആണ്. അപ്പോൾ നമുക്ക് വേഗം 220 സമയം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 80 സെക്കൻഡാണ് എയിൽ ഓടിയെത്താൻ എടുക്കുന്ന സമയം. തിരിച്ചിങ്ങോട്ട് വരുന്നത്, എയിൽ നിന്ന് ബിയിൽ പോയിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ 80 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര സെക്കൻഡ് ആയിരിക്കും? /2 അല്ലേ? /2 ചെയ്താൽ മതി. 40 സെക്കൻഡ് കൊണ്ടായിരിക്കും എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, ബിയിൽ നിന്ന് എയിലേക്ക് എത്താം. ഇത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരാനാണ് എത്ര സമയം എടുത്തിരിക്കുന്നത്? എത്രയാണ്? 80 സെക്കൻഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിയിലേക്ക് മാത്രം പോകുന്നതിനായിട്ട് 40 ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ 220/40 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇതാട്ടെ. 220/40 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5.5 കിട്ടും. അതാണ് ഇവിടുത്തെ വേഗം എന്ന് പറയുന്നത്. ഇനി പ്രവേഗം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനാന്തരം ബൈ സമയമാണ് അല്ലേ? സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ 140 ആണ് സ്ഥാനാന്തരം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ 140/40 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3.5 ആണ് ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എയിൽ എത്തുമ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് ബിയിൽ പോയി ബിയിൽ നിന്ന് എയിലേക്ക് എത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരം എന്ന് പറയുന്നത് 440 ആണ്. ഫുള്ളായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ദൂരം എന്ന് പറയുന്നത് 440 ആണ്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 70 എത്രയായിരിക്കും? സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എത്രയാണ്? 70 - 70 ആണ് അല്ലേ? സ്ഥാനാന്തരം വെച്ചാൽ അവിടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തീരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ല, അതായത് 0 ആണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം = എന്നാണ്? ദൂരം ബൈ സമയമാണ്. ദൂരം എന്ന് പറയുന്നത് 440 ആണ്. ബൈ സമയം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സമയം എത്രയാണ്? 80 അല്ലേ? ടോട്ടൽ സമയം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 440/80 ചെയ്യുമ്പോൾ 5.5 നമുക്ക് കിട്ടും. ഇനി പ്രവേഗമാണെന്നുണ്ടെങ്കിൽ പ്രവേഗം എന്ന് വെച്ചാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം 0 ആണ്. അപ്പോൾ എന്തായാലും പ്രവേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രവേഗം ബൈ സമയം ചെയ്യുമ്പോൾ 0/80 ചെയ്യുമ്പോൾ 0 തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആകുന്നു എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം അതുപോലെ തന്നെ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നതിനായിട്ട് അത് ചെയ്യാം. ആദ്യം തന്നെ
5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അതായത് 72 km/h എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 72 നമുക്ക് 5/18 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നോക്കി നോക്കിയേ, 18 72 എത്ര പ്രാവശ്യം പോവും? 4 അല്ലേ, 4. അപ്പോൾ 4 × 5 എത്രയാണ്? 20 അല്ലേ. 4 × 5 20 കിട്ടുക. അപ്പോൾ 20 ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. അതായത് V = നമുക്ക് 20 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5 മിനിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ സെക്കൻഡ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആയിരിക്കും? 300 സെക്കൻഡ് ആയിരിക്കും അല്ലേ. 5 × 60 അല്ലേ ചെയ്യുക. അപ്പോൾ എത്രയായി? 300 സെക്കൻഡായി. 5 × 60 ചെയ്യുമ്പോൾ നമുക്ക് 300 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. സമയം കിട്ടി, പ്രവേഗം കിട്ടി. അപ്പോൾ നമുക്ക് സ്ഥാനാന്തരം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്ഥാനാന്തരം കണ്ടുപിടിക്കണം, ത്വരണം കണ്ടുപിടിക്കണം. ത്വരണം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇക്വേഷൻ എന്താണ്? A = V - U/T ആണ്. നമുക്ക് V - U/T ആണ്. നിശ്ചലാവസ്ഥയിലാണ് പുറപ്പെടുന്നത്. അപ്പോൾ U എന്ന് പറയുന്നത് 0 ആണ് നമുക്കറിയാം. V നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണെന്ന്? 20 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. 20 - 0 ബൈ സമയം എത്രയാണ്? 5 മിനിറ്റ് നമ്മൾ മാറ്റിയിട്ട് എത്രയാക്കിയിട്ടുണ്ടായിരുന്നു? 300 ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. 20 - 0 ബൈ 300 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/15 എന്ന് കിട്ടും. 1/15 ആണ് അവിടുത്തെ ത്വരണം എന്ന് പറയുന്നത്. ത്വരണം അല്ലേ, ത്വരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. S = UT + ½ AT² ആണ്. ½ AT² ആണ്. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിച്ചു, ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. U എന്ന് പറയുന്നത് 0 ആണ്. 0 × സമയം എന്ന് പറയുമ്പോഴോ? സമയം എന്ന് പറയുമ്പോൾ എന്താണ്? സമയം എന്ന് പറയുമ്പോൾ എത്രയാണ്? 300 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്ലസ് ½ × A എന്ന് പറയുന്നത് എത്രയാണ്? A എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ½ AT² എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 300 അല്ലേ. എത്രയാണ്? A എന്ന് പറയുന്നത് എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്? T 300 കിട്ടിയിട്ടുണ്ടായിരുന്നു. A എന്ന് പറയുന്നത് 1/15 കിട്ടിയിട്ടുണ്ട് അല്ലേ. 1/15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/15 × T² എന്ന് പറയുമ്പോൾ 300ൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻസർ നമുക്ക് 3000 എന്ന് കിട്ടും. അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ 3000 m/s² ആണ്, അല്ല മീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പട്ടിക 2.1.3.10 വിശകലനം ചെയ്ത സമയഗ്രാഫ്. ഗ്രാഫിൽ നിന്ന് ത്വരണമില്ലാത്ത സമയം ഇടവേള കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ത്വരണമില്ലാത്ത സമയ ഇടവേള എന്ന് പറയുന്നത് ഏതാണ്? നോക്കി നോക്കിയേ. അതെങ്ങനെ കണ്ടുപിടിക്കണം? ആദ്യം തന്നെ ഗ്രാഫ് വരയ്ക്കണം. ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ നമുക്ക് 2, 4, 6, 8, 10 ഇട്ട് കൊടുക്കുക. ഇതെന്താ സംഭവം എന്നറിയോ? വരയ്ക്കാനായിട്ട് സ്ഥലമില്ല. ഇവിടെ 2, 4, 6, 8, 10 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 5, 10, 15 അല്ലേ. 10, 15 ഇരുന്നാലാണ് പോയിക്കണം. അപ്പോൾ നമുക്ക് 5 അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലേ. 5, 10, 15 അപ്പുറത്താണ് എഴുതേണ്ടത്. ഇപ്പുറത്തെ സ്റ്റൈലിൽ അത് കാരണമാണ് ഇപ്പുറത്ത് എഴുതിയത്. എന്നിട്ട് 0-ലാണെന്നുണ്ടെങ്കിൽ 10-ലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 0-ലാണെങ്കിൽ 10 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരാം അല്ലേ. ഇവിടെ അല്ലേ പോയിന്റ് വരാം. 0-ൽ ഇത് 0, ഇത് 10. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും. ഇവിടെ ഒരു പോയിന്റ് വരും. പിന്നെ 2-ലാണെന്നുണ്ടെങ്കിൽ 5-ലാണ് അല്ലേ. 2-ലാണെങ്കിൽ 5 ആണ്. അപ്പോൾ ഇവിടെ അല്ലേ വരാ 5 അല്ലേ. 2-ലാണെന്നുണ്ടെങ്കിൽ 15 ആണല്ലേ. 15 ആണ്. അപ്പോൾ ഇവിടെയാണ് വരാ. 4-ലാണെന്നുണ്ടെങ്കിലോ? 4-ലാണെങ്കിൽ 20 ആണ്. അപ്പോൾ ഇങ്ങനെ പോകും കേട്ടോ. ഇവിടെ പോകണുണ്ടേ, ഒന്ന് നോക്കണേ. ഇനി 8-ലാണെന്നുണ്ടെങ്കിൽ 20 അല്ലേ. 20 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 20 ആണ് വന്നിരിക്കുന്നത്. പിന്നെ 15 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരാം. നോക്കി നോക്കി, ഇങ്ങനെ വരില്ലേ. ഇതിങ്ങനെയാണ് വരാം. നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം എളുപ്പത്തിന് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. മനസ്സിലാക്കുന്നതിനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ആകെ കുളയില്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് ത്വരണമില്ലാത്ത സമയ ഇടവേളയാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരണമില്ലാത്തത് ഈ ലൈനാണ് അല്ലേ. ഈ ലൈനാണ് ത്വരണമില്ലാത്തത് അല്ലേ. അപ്പോൾ എത്രയാണ്? 20 എന്ന് പറയുന്നതാണ് ത്വരണമില്ലാത്ത സമയം എന്ന് നമുക്ക് കണ്ടെത്തി.
ഇനി മന്ദീകരണത്തിൻ്റെ സമയം ഇടവേള കണ്ടെത്താം. മന്ദീകരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങോട്ടില്ല, താഴോട്ട് വരുന്നത്, താഴോട്ട് സ്ലോപ്പ് വരുന്നത് ഏതിലാണ് വരുന്നത് നോക്കിയേ, 20-15 അല്ലേ, അതായത് 8 സെക്കൻഡ് അല്ലേ. ഇവിടെ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ 8 മുതൽ 10 സെക്കൻഡ് വരെയാണ്. അപ്പോൾ 20-15 മന്ദീകരണമുള്ള സമയം എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, മനസ്സിലാവണില്ല അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്, 4ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡും ഇടയിലുള്ള സ്ഥാനാന്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ സ്ഥാനാന്തരം ഇസ് ഈക്വൽ ടു എന്താണ്, പ്രവേഗം ഇൻറ്റു സമയമാണ്. സ്ഥാനാന്തരം ഇസ് ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം, പ്രവേഗം ഇൻറ്റു സമയം അല്ലേ, പ്രവേഗം ഇൻറ്റു സമയം, പ്രവേഗം ഇൻറ്റു സമയം. എസ് ഈസ് ഈക്വൽ ടു വി ടി എന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സമയം എന്ന് പറയുന്നത് എത്രയാണ്, 4 സെക്കൻഡും 8 സെക്കൻഡിനും ഇടയിലാണെങ്കിൽ എത്രയാണ് സമയം, എത്രയാണ്, 4 കിട്ടിയില്ലേ, അല്ലേ 4. പ്രവേഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ, പ്രവേഗം എന്ന് പറയുന്നത്, പ്രവേഗം 4 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള പ്രവേഗം എന്ന് പറയുമ്പോൾ 20 തന്നെയല്ലേ, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അപ്പോൾ 20 തന്നെയാണ്. അപ്പോൾ 20 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 × 4 ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടും. 80 ഇവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, ഗ്രാഫുകൾ നിരീക്ഷിക്കുക. ഇവിടെ നമുക്ക് തന്ന ഗ്രാഫ് നോക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്ന എന്താണ്, സമത്വരണമുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. സമത്വരണമുള്ളത് ഏതാണ്, ഗ്രാഫ് ഏതാണ്, 2 അല്ലേ. സമത്വരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് സമത്വരണമുള്ളത്. സമപ്രവേഗമുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, സമപ്രവേഗം എന്ന് പറയുമ്പോൾ ഇതാണ് പ്രവേഗം, സമപ്രവേഗം. ത്വരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് ലൈൻ വന്നു, അതായത് ചെരിവ്, നേർരേഖ ലൈനാണ്, പക്ഷെ എന്താ ചെരിവുള്ള നേർരേഖ ലൈൻ വന്നു. പ്രവേഗം നേർരേഖയിൽ വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് സമപ്രവേഗം എന്ന് പറയുന്നത്. ഇനി ത്വരണവും മന്ദീകരണം ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്, ത്വരണം ഉണ്ട്. ത്വരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, മന്ദീകരണം വെച്ചാൽ താഴേക്ക് വരും. അപ്പോൾ ഇതല്ലേ വരുന്നത്, ത്വരണം മന്ദീകരണം വരുന്നത് 3ാമത്തെ ഗ്രാഫാണ്. ഒരു വസ്തുവിൻ്റെ നേർരേഖ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ത്വരണമുള്ളത് അല്ലേ, ത്വരണമുള്ളത് നമുക്ക് ചോദിച്ചിട്ടുള്ളതുണ്ടല്ലോ. ത്വരണമുള്ളത് ഏതാണ്, ത്വരണമുള്ളത് ഏത് ഭാഗത്താണെന്ന് നോക്കി. ത്വരണം എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താണ് വരാ, ഇങ്ങനെ വരുന്നതാണ് ത്വരണം. അപ്പോൾ O2A ആണ്. ഇനി സമപ്രവേഗം എന്ന് വെച്ചാൽ നേർരേഖ വരുന്നതാണ്, എയും ബിയും ആണ് അല്ലേ, എയും ബിയും ആണ്. ഇനി മന്ദീകരണം ചോദിച്ചാൽ ബിയും സി ആണ്, ഇങ്ങനെ വരുന്നതാണ് ബിയും സി. ഈ 3 പഠിച്ചു വയ്ക്കുക. അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് അടിച്ച് ചോദിക്കേണ്ടത്. നെക്സ്റ്റ്, രാത്രിയിൽ വെളിച്ചം കുറവുള്ള സമയത്തും കാൽനട യാത്രക്കാർ കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറയുന്നു. അപ്പോൾ അത് കാരണം സ്കൂളിൽ കടുനിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. കാരണം എന്താണ്, പിള്ളേരാണെന്ന് കാണണം അല്ലേ, അത് കാരണം കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സുരക്ഷിതമല്ല, നിങ്ങളുടെ സ്കൂളിൽ കടുനിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറ് മങ്ങിയതാണ് എടുക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുനിറത്തിലുള്ള ഒരു സ്കൂളിൽ ഇപ്പോൾ ഒരു കടുനിറത്തിലുള്ള യൂണിഫോം ധരിക്കുകയാണ്, അപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ആ ഒരു കടുനിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കാർക്ക് കാണാനായിട്ട് പറ്റുമോ, പറ്റില്ല. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും സുരക്ഷയ്ക്കായിട്ട് ഇള നിറത്തിലുള്ള യൂണിഫോമാണ് തിരഞ്ഞെടുക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ ഈ മാറ്റം ഡ്രൈവർമാർക്ക് വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ദൃശ്യമാകാൻ സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടി പിയിൽ നിന്ന് യാത്ര തിരിച്ച് QR എന്നീ ഭാഗങ്ങളിലൂടെ എസ്സിലും തുടർന്ന് നേരെ പിയിൽ തിരിച്ചെത്തിയതും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, Q വരെ എത്തുമ്പോഴുള്ള വേഗം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. Q വരെ എത്തുമ്പോൾ നോക്കി ഇതാണ് Q എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ വേഗം എന്ന് പറയുമ്പോൾ എത്രയാണ് കണ്ടുപിടിക്കുക, വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. 60 അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്, സമയം 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 60/10 ചെയ്താൽ പോരെ, 60/10 60/10 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 എന്ന് കിട്ടും വേഗം എന്ന് പറയേണ്ട. പ്രവേഗമാണെങ്കിലോ, പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 60 തന്നെയാണ്. അപ്പോൾ 60/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ബാക്കിയുള്ളതൊക്കെ ചെയ്തോളൂ, ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകാം. 6 വരെ എത്താണെന്നുണ്ടെങ്കിൽ 6 മീറ്റർ ആയിരിക്കും വേഗം എന്ന് പറയുന്നത്. പ്രവേഗമാണെന്നുണ്ടെങ്കിലോ 5 ആയിരിക്കും. ആൻസർ മാത്രം പറഞ്ഞു പോവാം. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. എസ് വരെ എത്താണെന്നുണ്ടെങ്കിൽ 6 മീറ്റർ ആയിരിക്കും വേഗം. പ്രവേഗം എന്ന് പറയുന്നത് 8.5 ആയിരിക്കും. പിയിൽ നിന്ന് തിരികെ എത്തുമ്പോൾ 6.8 ആയിരിക്കും വേഗം എന്ന് പറയുന്നത്. പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിയിലേക്ക് തിരികെ എത്താണ്.
അപ്പോൾ വേഗം എന്ന് പറയുമ്പോൾ ദൂരം ബൈ സമയമാണ്. ദൂരം കണ്ടുപിടിക്കണപ്പോൾ പിയിലേക്ക് തിരികെ എത്തണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഫുള്ളായിട്ട് കൂട്ടേണ്ടി വരും അല്ലേ? ഇത് പിയിലേക്ക് തന്നെ തിരിച്ചെത്തണ്ടേ? അപ്പോൾ പിയിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ ഇങ്ങനെ ഫുള്ള് ദൂരം എല്ലാം ദൂരം കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ സമയവും കൂട്ടേണ്ടി വരും എന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. നോക്കിക്കേ, പിയും ആറും തമ്മിലുള്ളത് നമുക്ക് ചെറിയ ഡിസ്റ്റൻസ് 125 നമുക്ക് കറക്റ്റ് പിക്ചറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള എടുക്കരുത്, നേരെ ഉള്ളത് എടുക്കണം കേട്ടോ. 125 മീറ്റർ ആണ് അവിടെ എടുക്കേണ്ടത് എന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറഞ്ഞു പോവാം കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നോക്കിയിട്ട് ചെയ്യുക. ആൻസർ പറഞ്ഞു തരാം കേട്ടോ. 12ൻ്റെ ആൻസർ വരുന്നത്, ഒരു കല്ല് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് കുത്തിനെറിയാണ്. നമുക്ക് ആക്സലറേഷൻ -10 തന്നിട്ടുണ്ട്. കല്ല് എത്ര ഉയരത്തിലെത്തുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? v² = u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അവിടെ നമുക്ക് കല്ല് മുകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെ ആ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എയുടെ ആൻസർ വരുന്നത് 20 ആണ്. നെക്സ്റ്റ്, പുറപ്പെട്ട 3 സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ആൻസർ വരാം 25 മീറ്റർ എന്നാണ്. 25 മീറ്റർ ആണ് മൊത്തം ദൂരം കാണാനായിട്ട്. പുറപ്പെട്ട് അതായത് s = ut + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 15 മീറ്റർ ആണ് കിട്ടുക. s = ut + ½ at² തന്നെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വസ്തു 40 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. അതിന് 8 മീറ്റർ/സെക്കൻഡ് മന്ദീകരണം നൽകുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും e = u + at എന്ന് പറഞ്ഞ ഇക്വേഷനാണ് അവിടെ വരേണ്ടതെന്ന്. അങ്ങനെ t = നമുക്ക് 5 സെക്കൻഡ് ആണ് ലഭിക്കുക. ഇനി വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 5 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 100 എന്നാണ് കിട്ടുക. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 എന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 20 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുവിന് 5 മീറ്റർ/സെക്കൻഡ്² ത്വരണം നൽകുന്നു. സ്ഥാനാന്തരം 120 മീറ്റർ ആകുന്ന അവസരത്തിലെ പ്രവേഗം എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് v ആണ് കണ്ടുപിടിക്കേണ്ടത്. v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇട്ട് കൊടുക്കേണ്ടത്. v² നമുക്ക് ത്വരണമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ v² = u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ നമുക്ക് 40 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. 40 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നെക്സ്റ്റ്, 60 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ച വെടിയുണ്ട ഒരു മരത്തടിയിൽ 2 സെൻറ്റിമീറ്റർ തുളച്ച് കയറിയപ്പോൾ നിശ്ചലമായി. അങ്ങനെ ആ സമയത്തുണ്ടായ ത്വരണം മന്ദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ത്വരണം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? v² = u² + 2as ആണ്. നമുക്ക് തന്നിട്ടുള്ളത് പ്രവേഗമാണ്. അപ്പോൾ v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് ദൂരം എന്ന് പറയുന്നത്. ഈ 2 സെൻറ്റിമീറ്റർ മീറ്ററാക്കി മാറ്റണം. 2 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 0.02 ആണ് വരാം. അങ്ങനെ v² = u² + 2as എല്ലാം ഇട്ട് കൊടുക്കുക. അവിടെ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, മന്ദീകരണം കണ്ടുപിടിക്കാൻ പറ്റും. മന്ദീകരണം കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല, വാല്യൂസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റ്, ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട പട്ടിക നിരീക്ഷിക്കാം. ത്വരണമില്ലാത്ത സമയ ഇടവേള ഏതാണ്? ത്വരണമില്ലാത്ത സമയ ഇടവേള തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? നോക്കി നോക്കുക. 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ആയിരിക്കും കേട്ടോ. 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയാണ്. നോക്കി നോക്കിയാൽ 10ഉം 20 വരെയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? 30 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മന്ദീകരണം ഉണ്ടായിരുന്ന സമയ ഇടവേള എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ഇതാണ് 25-30 ഈ വസ്തുവിൽ 30 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുന്നതിനായിട്ട് പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഒരു സാമാന്തരികമായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് അതിനെ കാണുന്നത് എങ്ങനെയാണ് അറിയോ? പരപ്പളവ് കണ്ടുപിടിക്കുക കേട്ടോ. അത് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ വരുന്നത് എത്രയാണ്? 800 മീറ്ററാണ്. 800 മീറ്ററാണ് നമുക്ക് ലഭിക്കുക. ഇനി 17ൻ്റെ ആൻസർ എന്ന് പറയുന്നതും ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർ എ ആയിരിക്കും ആദ്യം യാത്ര തിരിച്ചിട്ടുള്ളത്. ഏതാണ്? കാർ എ ആയിരിക്കും അല്ലേ? കാർ എ ആണ് ഇവിടെ നിന്ന് പോയി നിൽക്കുന്നത്. നെക്സ്റ്റ്, 2 കാറുകൾക്കും ഒരേ പ്രവേഗം എത്താൻ എത്ര സമയം വീതം എടുക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സമയമായിരിക്കും? 14 സെക്കൻഡ് ആയിരിക്കും എടുക്കുക. ചെയ്ത് നോക്കുക. 14 സെക്കൻഡാണ്. ഏത് കാറാണ് കൂടുതൽ ത്വരണമുള്ളത്? കാർ ബിക്കാണ് കൂടുതൽ ത്വരണം ഉണ്ടായിരിക്കുക. സ്ഥാനാന്തരം കൂടുതൽ കാർ എക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളൂ.
ബാക്കിയൊക്കെ ഈ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റഡ് ആയിട്ട് ആ കുറച്ച് വാല്യൂസ് അത് അങ്ങോട്ട് ഇങ്ങോട്ടും നമുക്ക് മാറ്റി ഇട്ട് കൊടുത്തേക്കാണ്. ആ ഇക്വേഷൻ തന്നെ വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.